ആണും പെണ്ണും എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ജീവിതത്തിലായാലും സിനിമകളിലായാലും നായികയും നായകനും തമ്മിലുള്ള ചേർച്ച എങ്ങനെയാണ് നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമാണെന്ന് പറയാൻ സാധിക്കുക? നായകൻ എപ്പോഴും വെളുത്ത് നല്ല ശരീരമുള്ള നല്ല ഉയരത്തിലുള്ള വ്യക്തിയും നായിക നീളം കുറഞ്ഞ് വെളുത്ത് 0 സൈസിലുള്ള പെൺകുട്ടിയും ആയിരിക്കണമെന്ന വാശി സത്യത്തിൽ ആർക്കാണ്? என்கிட்ட எதுவும் கேட்கல, என்கிட்ட கேரக்டர் பத்தியும் படத்தை பத்தியும் எதுவும் கேட்காம டைரக்டா இன்டைரக்டா கேக்குறீங்க என் வெயிட் என்ன, அது எப்படி கரெக்டா இருக்கும்? அது தப்புதான், அது ஸ்டூபிட் क्वेश्चन தான். அதனாலதான் நான் இப்போ റിയാക്ട് பண்றேன். സിനിമയുടെ കഥ എഴുതുന്ന തിരക്കഥാകൃത്തിനും സിനിമയുടെ സംവിധായകനും ചിലപ്പോൾ സാഹചര്യങ്ങൾക്കും കഥയ്ക്കും അനുസരിച്ച് അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നേക്കാം. അപ്പോഴും ഇങ്ങനെ ആയിരിക്കണം നായികയും നായകനുമെന്നും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഈ രൂപത്തിലുള്ളവരായിരിക്കണമെന്നും സമൂഹത്തിന് എങ്ങനെ തീരുമാനിക്കാനാകും? അതിനപ്പുറത്തേക്ക് അത്തരത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള റൈറ്റ്സ് സമൂഹത്തിനുണ്ടോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം നടി ഗൗരി ജി കിഷൻ തന്റെ തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി ബോഡി ഷെയ്മിങ്ങിന് ഇരയായത് നാം എല്ലാവരും കണ്ടതാണ്. സിനിമയുടെ പ്രമോഷൻ നടക്കുന്നിടത്ത് വന്നിരുന്ന ആ പടത്തെക്കുറിച്ചോ ആ കഥാപാത്രത്തെക്കുറിച്ചോ ഒന്നും ചോദിക്കാതെ മുന്നിലിരിക്കുന്നവരെ ബോഡി ഷെയിം ചെയ്യുന്നതും സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതുമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പേര് മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഗൗരി സധൈര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രമോഷന്റെ വാർത്താ സമ്മേളനത്തിൽ 50ഓളം പുരുഷന്മാർക്കിടയിൽ ഏക സ്ത്രീയായിരുന്നു ഗൗരി. അത്തരമൊരു സാഹചര്യത്തിൽ പോലും അവളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില പുരുഷന്മാർ ഗൗരിയെ ബോഡി ഷെയിം നടത്തി അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ സംവിധായകനും നായകനും ഒന്നും മിണ്ടാതെ അടുത്തിരിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. ഒപ്പമുള്ള പുരുഷന്മാർ ആരും ഗൗരിയെ പിന്തുണയ്ക്കാതെ സേഫ് സോൺ പിടിച്ചു നിന്നുവെന്നും മാത്രമല്ല അതിനൊക്കെ മൗനാനുവാദം നൽകുക കൂടിയായിരുന്നു. സ്ത്രീകളുടെ സംരക്ഷണവും മാന്യതയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരായി ഒരു സ്ത്രീ തന്നെ പ്രതികരിക്കുന്ന കാഴ്ച കുറച്ചധികം തീവ്രതയേറിയതാണ്. അതേ നിമിഷം അവൾക്ക് വേണ്ടി ഒരു പുരുഷൻ പോലും വാ തുറക്കുന്നില്ല എങ്കിൽ ആ പുരുഷന്മാരുടെ മൗനം തന്നെ അവൾക്കെതിരെയുള്ള ഏറ്റവും വലിയ പങ്കാളിത്തമാണ്. മൗനത്തിലൂടെ അനീതിക്ക് അനുമതി നൽകുന്ന പങ്കാളിത്തം. ബഹുമാനമില്ലെങ്കിൽ ഒരു കൂട്ടം എത്ര വലുതായാലും അവൾ അവിടെ സേഫ് അല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. അതായത് ആക്രമണം എന്നാൽ ശാരീരികമായി കീഴ്പ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് ആക്രമണം ചിലപ്പോൾ വാക്കിൽ, ചിലപ്പോൾ അത് നിശബ്ദതയിൽ, ചിലപ്പോൾ അത് ദൃഷ്ടിയിൽ പോലും മറഞ്ഞിരിക്കുന്നുണ്ട്. കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു ദുഷ്പ്രവണതയെ ഒരു സ്ത്രീ ചോദ്യം ചെയ്തപ്പോൾ സപ്പോർട്ടിനായി അവിടെ കൂടി നിന്ന ഒരാണും തയ്യാറായില്ല എന്ന് മാത്രമല്ല മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തത് പച്ചയായ പുരുഷ മേധാവിത്വത്തിന്റെ മറ്റൊരു ഭാവം തന്നെയാണ്. ഒരു സ്ത്രീയുടെ രൂപം പുരുഷന്റെ അളവിൽ ഫിറ്റ് ആകുന്നുണ്ടോ എന്ന മനോഭാവത്തിൽ നിന്ന് എന്നായിരിക്കും ഈ മനുഷ്യർ കരകയറുക? പലപ്പോഴും വണ്ണമുണ്ടെങ്കിലും സുന്ദരിയാണ് കേട്ടോ എന്ന പ്രശംസ പോലും പാട്രിയാർക്കിക്കൽ കാഴ്ചപ്പാടുകളാണ്. സ്ത്രീയെ രൂപം, ഭാരം, സൗന്ദര്യം എന്ന 3 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അളക്കുന്ന മനോഭാവമാണ് ഇതെല്ലാം. ഇതൊക്കെ തന്നെയും ഒരു സമൂഹത്തിന് തീരുമാനിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ആദ്യം മാറ്റപ്പെടേണ്ടത്. വണ്ണമുള്ള, നീളം കുറഞ്ഞ, നിറം കുറവുള്ള മനുഷ്യർക്ക് അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ സമൂഹത്തിന്റെ അനുവാദം വേണമെന്ന് പറയുന്നത് വെറും നിസ്സാരമായി തള്ളിക്കളയേണ്ട മനോഭാവം അല്ല. ഒരാണിന്റെ മുഖത്ത് നോക്കി അവന്റെ ശരീരത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമില്ലാത്തവർ സ്ത്രീകൾക്ക് നേരെ ആക്രോശിക്കുന്നത് പെണ്ണുങ്ങൾ മറുപടി പറയാതെ പരസ്യമായി കരയുമെന്നും മാനസികമായി തളരുമെന്നും കരുതിയാണെങ്കിൽ അത്തരം സോക്കോൾഡ് ആണുങ്ങളോട് ഒരു കാര്യം മാത്രം പറയാം: നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാലം കഴിഞ്ഞു. എല്ലാ പെണ്ണുങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ അളവ് തൂക്കത്തിന് ചേരുന്ന വഴക്കമുള്ളവർ ആകില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ സമൂഹത്തിന് മാറി ചിന്തിക്കാൻ കഴിയൂ.